വെടിനിർത്തലും കരാർ ലംഘനവുമൊക്കെയായി പ്രവചനാതീതമായി നീങ്ങുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം. വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും തിരിച്ചടിക്കാൻ അദ്ദേഹം സൈന്യത്തോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയാനും നിർദ്ദേശം നൽകി. എന്തെങ്കിലും ആളഭയമുള്ളതായി റിപ്പോർട്ടില്ല. ഇതിനിടയിൽ ഇറാനെ ലക്ഷ്യമിട്ട് പറന്ന അമേരിക്കയുടെ രാക്ഷസ പക്ഷികൾ ലോകശ്രദ്ധ നേടിയെന്നതിലും സംശയമില്ല. പറഞ്ഞു വരുന്നത് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഫെർദോ, ഇസ്ഫഹാൻ എന്നിവയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ പറ്റിയാണ്. ഭൂഗർഭ കേന്ദ്രങ്ങളെ പോലും പിടിച്ചുലച്ച ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്ന പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാവുക. എന്നാൽ രാക്ഷസരെയും കടത്തിവെട്ടുന്ന അക്രമകാരി, ശരിക്കും ആകാശത്തെ രാക്ഷസ പക്ഷി. ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ. അതിനാൽ ഇവ വരുന്നതും പോകുന്നതും തിരിച്ചറിയാനാകില്ല. ഇവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ തന്നെ വേണം. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. US-ന്റെ പക്കൽ മാത്രമാണ് ഇത്തരം രഹസ്യ ബങ്കർ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57AB എന്ന ബോംബുള്ളത്. 15 ടണ്ണോളം വരുന്ന ഈ ബോംബിന് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്ന് കനത്ത സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട്. 20 അടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ നിലവിൽ US-ന്റെ B-2 ബോംബറിന് മാത്രമേ സാധിക്കൂ. ലോകത്ത് അമേരിക്കയുടെ കൈവശം മാത്രമുള്ളവയാണ് B-2 വിമാനം. 15 ടൺ ഭാരമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന ഇവ ഇറാന്റെ പേടി സ്വപ്നമായി മാറി എന്നതിലും സംശയമില്ല. അത്യാധുനിക സംവിധാനമായ B-2 യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതി. 18,000 കോടിയിലധികം വില വരുന്ന അത്യാധുനിക യുദ്ധ സജ്ജീകരണങ്ങളുള്ള B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളുടെ പ്രത്യേകതകളും നിരവധിയാണ്. അമേരിക്ക ഏറ്റവും പുതിയതായി ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ച ദീർഘദൂര ഭൂഖണ്ഡാന്തര ബോംബർ വിമാനമാണ് B-2 സ്പിരിറ്റ്. 4 എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്ന ഇരട്ട ശേഷിയുള്ള ഈ ബഹുമുഖ ഹെവി ബോംബർ വിമാനം അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വലിയ ബോംബുകളും ആണവായുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഏക ബോംബർ കൂടിയാണ്. നിർമ്മാണത്തിലെ ചില പ്രത്യേകതകൾ കാരണം റഡാറുകളിലെ കണ്ണിൽപ്പെടാതെ പ്രവർത്തിക്കാനും ഇവയ്ക്ക് സാധിക്കും. ചിറകുകളുടെ ഡിസൈൻ, ഉപയോഗിച്ച മെറ്റീരിയലുകൾ എന്നിവയുടെ സവിശേഷതകൾ കൊണ്ടാണ് ഇവ റഡാറിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എല്ലാ B-2 ബോംബറുകൾക്കും ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നാൽ ക്രൂസ് മിസൈലുകളെ വഹിക്കാനാകില്ല. ബങ്കർ ബസ്റ്റർ എന്നറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ GBU-57 ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള ലോകത്തെ ഏക ബോംബറാണ് B-2. 52.5 മീറ്ററാണ് B-2വിൻ്റെ വിങ് സ്പാൻ. ആകെ നീളം 21 മീറ്ററും ഭാരം 72 ടണ്ണും. 5.1 മീറ്റർ ഉയരവുമുണ്ട് ഈ യുദ്ധവിമാനത്തിന്. ഓരോ ബോംബറിലും 2 വീതം GBU-57 വഹിക്കാൻ സാധിക്കും. നിർമ്മാണത്തിലെ പ്രത്യേകതകളും സവിശേഷമായ കഴിവുകളുമാണ് B-2വിനെ മറ്റു യുദ്ധവിമാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. 2 പൈലറ്റുകളുള്ള ക്രൂ അംഗങ്ങളാണ് B-2വിൽ ഉണ്ടാവുക. നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റ പറക്കലിന് 11,000 കിലോമീറ്റർ ദൂരമാണ് US-ന്റെ ഈ B-2 ബോംബറുകൾക്ക് സഞ്ചരിക്കാനാവുക. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-46 പഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുമാകും. ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ ലോകത്തെവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാൻ സാധിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ്. അമേരിക്കയുടെ വ്യോമസേനയുടെ ശക്തി ലോകത്തെ കാണിക്കാൻ ഒരൊറ്റ B-2 സ്റ്റെൽത്ത് വിമാനം മാത്രം മതിയാകും. ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ US-ന് സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് B-2. നോർത്ത്രോപ്പ് ഗ്രമ്മൻ എന്ന US ആയുധ നിർമ്മാതാക്കളാണ് ഈ യുദ്ധവിമാനം വികസിപ്പിച്ചത്. ഒരൊറ്റ വിമാനത്തിന് ഏകദേശം $2 ബില്യൺ വില, അതായത് ഏകദേശം 18,182 കോടി ഇന്ത്യൻ രൂപ. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സൈനിക വിമാനം കൂടിയാണ് B-2 ബോംബർ വിമാനം. ദീർഘദൂരം പറക്കാനും ആഴത്തിൽ കുഴിച്ചിട്ട ബങ്കറുകളും സൗകര്യങ്ങളും തുളച്ചു കയറി ആക്രമിക്കാനും കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളെ വഹിക്കാനുമുള്ള ശേഷിയാണ് ഇവയുടെ പ്രത്യേകത. B-2 ബോംബർ അതിൻ്റെ രൂപഘടന കൊണ്ടും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടും ദീർഘദൂര ലക്ഷ്യങ്ങളെ പോലും അത്ഭുതകരമായി ഭേദിക്കാൻ സാധിക്കുന്നവയാണ്. ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന്
18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. 20.5 അടി നീളമുള്ള ഈ യുദ്ധവിമാനം അത് GPS അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായ ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള സംവിധാനവും ഈ ബോംബറിലുണ്ട്. എത്ര കഠിനമായ കോൺക്രീറ്റിലൂടെയും 200 അടിയിലേറെ താഴ്ചയിലേക്ക് തുളച്ചു കയറാനുള്ള സംവിധാനം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നവയ്ക്ക് പോലും ഇവ ഭീഷണിയാണ്. ഏത് ഭൂഖണ്ഡ പ്രദേശങ്ങളിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിലൊന്നാണ് B-2 സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ദൗത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും ഇതിലുണ്ട്. അതായത് B-2 ബോംബർ വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഒരു പറക്കും വീട് കൂടിയാണ്. മൈക്രോവേവ് അവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിലുണ്ടെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പേരടങ്ങുന്ന 7 B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി അമേരിക്ക തിരഞ്ഞെടുത്തത്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇതിനിടെ 1ലധികം തവണ ഇന്ധനം നിറച്ചു. ഇത്തരം ദൈർഘ്യമേറിയ യാത്രകളിലുടനീളം ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളിലെ കോക്പിറ്റുകളിൽ മൈക്രോവേവ് അവനും ചെറിയ ഫ്രിഡ്ജും സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും സ്ഥലവും സൗകര്യവും വിമാനത്തിലുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് വിമാനങ്ങളെ പോലെ B-2 സ്പിരിറ്റിൽ ഒരു ടോയ്ലറ്റും ഉൾപ്പെടുന്നു. എന്തായാലും ട്രംപിന്റെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു. ഇരു രാജ്യങ്ങളും വെടിനിർത്തി സമാധാനം പുനഃസ്ഥാപിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതിനാൽ യുദ്ധം ഇനി ഏത് ഘട്ടത്തിലേക്ക് കടക്കുമെന്നത് പ്രവചനാതീതമാണ്. അതിനാൽ തന്നെ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളെ പോലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ അത്യാധുനിക യുദ്ധവിമാന സേവനം ഇറാൻ ആവശ്യപ്പെടുമോ? അതിനുള്ള സാധ്യതയുമെല്ലാം ഇനി കണ്ടു തന്നെ അറിയണം.